നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മദ്യപാനികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഡ്രൈ ഡേ പിൻവലിച്ചേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ പ്രധാന കാരണം പൊതുഖജനാവിൽ പണമില്ല എന്നതിനാലാണ്. അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം സർക്കാരിന്റെ പിടിപ്പുകേട് മൂലവും അധിക ധൂർത്തും കൊണ്ടാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടതില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 1500 കോടി അധിക വരുമാനം കൈവരിക്കാനാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. ബാറുകളുടെ പ്രവർത്തനം രാത്രി 12 വരെ നീട്ടാനും പരിഗണനയിലുണ്ട്. പണമില്ലാതെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസനം ഉൾപ്പെടെ തടസ്സപ്പെട്ടതും ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതുമാണ് ഡ്രൈ ഡേ പിൻവലിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പരിധിക്കപ്പുറം കടമെടുക്കാനുള്ള അനുവാദം തേടി കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടി ഏറ്റതോടെയാണ് മദ്യം കുടിപ്പിച്ച് പണം തട്ടുകയെന്ന മദ്യനയവുമായി പിണറായി വിജയൻ രംഗത്തെത്തിയത്. ഡ്രൈ ഡേ ആചരണം ടൂറിസം മേഖലയെ ബാധിക്കുമെന്നും ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നതിന് കാരണമാകുമെന്നും ടൂറിസം വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈ ഡേ പിൻവലിക്കുന്നത്. ഇതിനിടെ കള്ളുഷാപ്പുകൾ ലേലം ചെയ്യുന്നത് പോലെ ബിവറേജസ് ഔട്ട്ലെറ്റ് ലേലം ചെയ്യാനുള്ള സാധ്യതയും സർക്കാർ പരിഗണനയിലുണ്ട് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. മദ്യം ഉൽപാദനം വർദ്ധിപ്പിച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. അധിക വരുമാനത്തിനായി മധുര പലഹാരങ്ങളിലും കേക്കുകളിലും മറ്റും ഉപയോഗിക്കുന്ന മദ്യം ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനും ലക്ഷ്യമിടുന്നുണ്ട്. മസാല ചേർത്ത വൈനുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയും തേടുന്നുണ്ട്. ഇത് കൃഷിവകുപ്പ് സെക്രട്ടറിയുടെ ചുമതലയിലാകും നടപ്പാക്കുക. ഡ്രൈ ഡേ മാറ്റണമെന്ന ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ സെക്രട്ടറി തല കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. അധിക വരുമാനത്തിന് മദ്യ കച്ചവടമല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ല. പുതിയ മദ്യനയത്തിന് മുന്നോടിയായാണ് യോഗം നടന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള LDF യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.